ഇന്നലെ നെത്തോലി വാങ്ങട്ടെ എന്ന് ചോദിച്ചപ്പോഴേ ഞാനൊരു ആവേശത്തിന് 1 കിലോ വാങ്ങിക്കോളാൻ പറഞ്ഞു. വീട്ടിൽ കൊണ്ടുവന്ന് കഴുകാനിരുന്നപ്പോഴല്ലേ 1 കിലോ പോട്ട് 1/2 കിലോ പോലും എനിക്ക് കഴുകിയെടുക്കാൻ പറ്റുന്നില്ല. ഇരുന്നും കിടന്നൊക്കെ ഒരു പകുതി മീൻ കഴുകിയെടുത്തതിനകത്തിലോട്ട് ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഇട്ടു. വെളുത്തുള്ളിയും എല്ലാം കൂടെ ചതച്ച് ചേർക്കാമെന്ന് വിചാരിച്ചതായിരുന്നു. അപ്പോൾ കറണ്ട് അങ്ങ് പോയി. വെളുത്തുള്ളി ഇപ്പോൾ ചതച്ച് ചേർത്തില്ല, ബാക്കി എല്ലാം കൂടി നന്നായിട്ട് പെരട്ടി എടുത്തിട്ട് പകുതി നാളത്തേക്കും പകുതി ഇന്നത്തേക്കും എടുത്ത് വറക്കാനായിട്ട്. മീൻ കുറച്ച് സമയം ഇരുന്ന് അരപ്പൊക്കെ സെറ്റ് ആകുമ്പോഴത്തേക്ക് തോരന് വേണ്ടിയിട്ടുള്ള ബീറ്റ്റൂട്ടും ക്യാരറ്റും കൂടെ ഇതിനകത്തിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തു. ഒഴിച്ചുകറി കുമ്പളങ്ങയും തൂരപ്പരിപ്പും കൂടെ കറി വെച്ചതാണ്. കുക്കറിനകത്തോട്ട് തോരയും കുമ്പളങ്ങയും അരിഞ്ഞതും കൂടെ ചേർത്ത് ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഒരു 3-4 വിസിലടിക്കുന്നത് വരെ വെച്ച് കൊടുത്തു. നന്നായിട്ട് തോരയൊക്കെ വെന്ത് കഴിഞ്ഞപ്പോൾ അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഗ്യാസ് സ്റ്റൗവിലേക്ക് 2 പാനും വെച്ച് കൊടുത്തു. ഇൻഡക്ഷനിലോട്ട് ചോറ് വയ്ക്കാനുള്ള കുക്കറും വെച്ചു. 2 പാനിലേക്കും എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് 2ലും കറിവേപ്പില ഇട്ട് കൊടുത്തു. ഒരു പാനിലോട്ട് നമുക്ക് കടുകും കറിവേപ്പിലയും വറ്റൽമുളകും എല്ലാം കൂടെ ചേർത്തൊന്ന് താളിച്ചെടുത്തിട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാരറ്റും ബീറ്റ്റൂട്ടും എല്ലാം കൂടെ ചേർത്തിട്ട് അപ്പുറത്തെ പാനിലോട്ട് നമ്മൾ നേരത്തെ പുരട്ടി വെച്ചിരുന്ന നെത്തോലിയും കൂടെ ചേർത്ത് കൊടുത്തു. എല്ലാം കൂടെ അവിടെ നിന്ന് കുക്കായി വരുമ്പോഴത്തേക്ക് തോരനിലേക്ക് മഞ്ഞപ്പൊടി മുളക് പൊടി ഉപ്പും പിന്നെ കുറച്ച് തേങ്ങ ചിരകിയ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതവിടെ നിന്ന് ലോ ഫ്ലെയിമിൽ കുക്കായി വരട്ടെ. ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്കെല്ലാം കൂടെ ഒന്ന് കൂട്ടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ വെള്ളമൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. തിളച്ച വെള്ളം കുറച്ച് അരിക്കകത്തിലോട്ട് ഒഴിച്ചു കൊടുത്ത് അരി നല്ലതായിട്ട് കഴുകി കുക്കറിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. അതിന് അവിടെ നിന്നൊരു 3 വിസിലടിക്കുമ്പോഴത്തേക്ക് നമ്മുടെ മീനും ഫ്രൈ ആയി കിട്ടും. തോരനും നന്നായിട്ട് കുക്കായി വരും. അപ്പോഴത്തേക്ക് നമ്മൾ കഴുകാനുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കാം. പാത്രങ്ങളും എല്ലാം കഴുകി സിങ്കും ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ തോരനും റെഡി ആയിട്ടുണ്ടായിരുന്നു. മീനും ഫ്രൈ ആയി വന്നിട്ടുണ്ടായിരുന്നു. തോരൻ അങ്ങോട്ട് മാറ്റിയിട്ട് നമ്മൾ നേരത്തെ കുക്കർ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ എയറൊക്കെ പോയി. കറിയിലോട്ട് നമുക്ക് തേങ്ങയും ജീരകവും വെളുത്തുള്ളി എല്ലാം കൂടെ അരച്ചത് നല്ലോണം അരച്ചെടുത്തതാണ്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് വാങ്ങിയതിന് ശേഷം കടുകും കൂടെ താളിച്ച് നമ്മുടെ കറിയിലോട്ട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ലഞ്ചിനുള്ള സാധനങ്ങളെല്ലാം റെഡി.